അസ്സലാമലൈക്കും. ലെനോസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്ക വീട്ടിലും ഇപ്പോൾ ബീഫ് ഉണ്ടാവും. പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഉളിഹത്തൊക്കെ കഴിഞ്ഞ് നല്ല ബീഫ് ഉണ്ടാവും. ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കി, എന്തായാലും ഇഷ്ടപ്പെടും. 1.5 കിലോ ബീഫാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം ചോർന്ന് കുക്കറിൽ ഇട്ട് കൊടുത്തതാണ്. നന്നായി വെള്ളം ചോർന്നതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഈ ബീഫിന് തീരെ വേവില്ല, അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നല്ല എരിവില്ല മുളകും പൊടിയാണ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഒരു 20 ഞാൻ അരിഞ്ഞതാണ്, ഇത് ഇട്ട് കൊടുക്കാം. ഈ സമയം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു തുള്ളിപ്പോഴും വെള്ളം ഒന്നും ചേർക്കണില്ല. 2 വിസിലടിക്കണ വരെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഈ രീതിയിൽ വേവിച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിൽ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് 1 മാസം വരെ കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാം. അതിങ്ങനെ ഒരു 5 മിനിറ്റ് ഞാൻ വെച്ച് ഇതിലേക്ക് പൊടിക്കട്ടെ ഏത് മസാലകളൊക്കെ. അതേപോലെ 1/2 മണിക്കൂർ വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വേണം വേവിച്ചെടുക്കുകയാണ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ഗരം മസാലയൊക്കെ നന്നായി പിടിച്ച്. അപ്പോൾ ഇത് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇളക്കൊന്നുമില്ല, ഇതേപോലെ തന്നെ സ്റ്റൗമ്മ വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുക്കർ നന്നായി അടച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗമ്മ വെച്ച് വേവിച്ചെടുക്കാം. 2 വിസിൽ വരെയുള്ളൂ ഞാൻ വേവിച്ചെടുക്കുന്നത്. അത് എല്ലാ ബീഫും ഒരേ വേവാവൂല. ഇതിന് തീരെ വേവില്ലാത്തതുകൊണ്ടാണ് ഞാൻ 2 വിസിൽ വരെ വേവിച്ചെടുത്തത്. ഇപ്പോൾ വേവിച്ചതിൻ്റെ കഴിഞ്ഞതിന് ശേഷം വിസിലൊക്കെ പോയി ആവിയൊക്കെ പോയതിൻ്റെ ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇതിൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല, വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ വെള്ളം പൊടിഞ്ഞത് കണ്ടില്ലേ. ബീഫ് 90% ഞാൻ വേവിച്ചെടുക്കണത്. ബാക്കി ഞാൻ പിന്നീടാണ് പൊരിച്ചെടുക്കുന്ന സമയത്താണ് വേവിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. തേങ്ങാക്കൊത്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായതിൻ്റെ ശേഷം. അതൊരു തേങ്ങൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പകുതി വരെ എടുക്കാം, കടിക്കാൻ കിട്ടാനും വേണ്ടിയിട്ടാണല്ലോ അത് ഇടുന്നത്. അടിപൊളി ടേസ്റ്റി കറി കൂടി കൂട്ടിയാൽ. ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ല ഉപയോഗിക്കാൻ. അപ്പോഴുള്ളൂ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുക. ഇത് നന്നായി മൂത്ത് വരട്ടുന്നിട്ട് വേണം നമുക്ക് ഉള്ളികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 6-7 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഒരു പീസ് ഇഞ്ചിൻ്റെ പീസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതും നന്നായി മൂത്ത് വരട്ടെ. എന്നിട്ട് വേണം ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി എത്ര കൂടുതൽ ഇട്ടെടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. ചുവന്നുള്ളി കയ്യിലില്ലാത്തവർക്ക് സവാള ചേർത്ത് കൊടുക്കാം. പക്ഷെ ഒറിജിനൽ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ചേർക്കണം. ഇത് 2 കൈപ്പൊടി ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ ഇട്ടെടുത്ത്. ചുവന്നുള്ളി അറിയില്ലേ, അതാണ്. ഇത് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇത് ഫ്രൈ ആയി വരുന്ന സമയം വരെ മൂപ്പിച്ചെടുക്കാം. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുന്നുണ്ട്, എന്തായാലും ഇഷ്ടപ്പെടും. അത്രക്കും ടേസ്റ്റാണ്.
ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും പിന്നെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ തോന്നുള്ളൂ. അത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങി കഴിക്കണ ടേസ്റ്റും നമ്മൾ പാർട്ടികളിലൊക്കെ ഉണ്ടാക്കി കഴിക്കുമല്ലോ, ആ ടേസ്റ്റൊക്കെയാണ്. ഇത് ഒറിജിനലായിട്ടാണ്. അതാണ് ഞാൻ പറയുന്നത്. അത്രയും നല്ലതായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് ഉണ്ടാക്കി നോക്കുകൊണ്ടു. എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ ഇപ്പോൾ ബീഫ്. ഉള്ളികളെല്ലാം ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ സൈഡ് കരിഞ്ഞു പോകും. ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തു ചെറുതായി അരിഞ്ഞതിൻ്റെ ശേഷം. ഇത് അത്യാവശ്യം സ്പൈസി ബീഫ് ആണ്, ഫ്രൈ ആണ്. ഇത്ര എരിവ് വേണ്ടാത്തവർക്ക് എരിവിൻ്റെ അളവൊക്കെ കുറച്ചെടുക്കാം. ഇത് ഏകദേശം മൂപ്പായിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി പൊടി ഇട്ട് കൊടുക്കാം. ഇത് കളറിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത് കേട്ടോ. വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് നന്നായി മൂത്ത് വന്നിട്ട് നമുക്ക് നമ്മളെ ബീഫ് വേവിച്ച് വെച്ച ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തോട് കൂടെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം വറ്റിച്ചെടുക്കാം. ഈ വെള്ളം നമ്മൾ ഒരിക്കലും കളയരുത് കേട്ടോ. വെള്ളം കളഞ്ഞാൽ ബീഫിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അടിപൊളി ടേസ്റ്റ്. ഞാൻ എല്ലോട് കൂടിയുള്ള ബീഫ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് നെയ്യുണ്ട്, അധികം നെയ്യൊന്നുമില്ല. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വെള്ളം വറ്റിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിക്കണമെങ്കിൽ അങ്ങനെയും വേവിക്കാം. പക്ഷെ ഞാൻ അടച്ച് വെച്ച് വേവിക്കണില്ല, അപ്പോൾ പറ്റ ബീഫ് പൊടിയായി പോവും. ഇളക്കി ഇളക്കി വേണം ഇത് വേവിച്ചെടുക്കാൻ, വറ്റിച്ചെടുക്കാനും, അല്ലെങ്കിൽ അടി പിടിക്കും ചെയ്യും. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വെള്ളം വറ്റിച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ആക്കാൻ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാത്രം കാലിയാക്കണത് തന്നെ അറിയില്ല. അത്രക്കും നല്ല ടേസ്റ്റാണ്. ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്ത് കണ്ട് നമുക്ക് ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കാനും വിദേശ രാജ്യങ്ങളിലെല്ലായിടത്തേക്കും കൊടുത്തേക്കാനൊക്കെ പറ്റും. തേങ്ങ കൊത്ത് നന്നായി ഫ്രൈ ചെയ്യണം, അല്ലെങ്കിൽ ഒഴിവാക്കുകയാണ് നല്ലത് അങ്ങനെ കൊടുത്തേക്കണ ടൈമിന്. ഒരു ദിവസം കൊണ്ടൊന്നും കേടാവില്ല. ഒരു മാസങ്ങളൊക്കെ വെക്കണ സമയത്ത് കേടാവാതെക്കാനാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോഴൊക്കെ ഞാൻ തീ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇളക്കി ഇളക്കി വേണം ഫ്രൈ ചെയ്യാൻ. തീ കൂട്ടി വെച്ചാൽ തന്നെ കുറച്ച് സമയം എടുക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട്. ഞാൻ ഫുള്ളായിട്ട് കാണിക്കില്ല, ഓരോ സ്റ്റെപ്പായിട്ടാണ് കാണിക്കുന്നത്. ഇത് ഉരുളിയിലോ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഫ്രൈ ആയതിൻ്റെ ശേഷമാണ് ഇത് ഇട്ട് കൊടുക്കണേ. കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച്.
ഇതാണ് സ്പൈസിയാണ് ഞാൻ പറഞ്ഞത്, നല്ല എരിവുണ്ട്. ഇത് വേണമെങ്കിൽ കുറക്കാം. ഇനി ഇതൊന്നുകൂടി നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൊണ്ടു. ഇഷ്ടപ്പെടുക ലൈക്കും തരുകൊണ്ട്. എന്തായാലും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവ് ഞാൻ പറഞ്ഞില്ലേ നല്ല സ്പൈസിയാണ്. അത് നമ്മൾ മുളക് കുറക്കണമെങ്കിൽ കുറക്കാം. ഇത് നന്നായി ഇളക്കി ഇളക്കി വേണം ഇത് എടുക്കാൻ. തീ കുറച്ചെടുക്കണമെങ്കിൽ കുറച്ച് വെക്കുകയൊക്കെ ചെയ്യാം. ഞാൻ കുറച്ച് വെച്ചിട്ടൊന്നുമില്ല, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇത് പൊറോട്ടേൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇതിൽ വെള്ള കിടക്കണത് കാണുന്നതൊക്കെ തേങ്ങ കൊത്താണ്. അത് കടിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റുമാണ്. ഇത് വാങ്ങി സർവ് ചെയ്യണ നേരത്തെ സവാള വട്ടത്തിലരിഞ്ഞ് ചെറുനാരങ്ങൻ്റെ പീസൊക്കെ വെച്ചെടുത്ത് ഡെക്കറേഷൻ ചെയ്ത കറിവേപ്പില പൊരിച്ചതൊക്കെ ഇട്ടെടുത്ത് അടിപൊളി ടേസ്റ്റ് കയറും. പച്ചമുളക് പൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ എത്രയേ ഉള്ളൂ ഫ്രൈ ആക്കണത്. ഇതിലേറെ ഫ്രൈ ആക്കണമെങ്കിൽ അത്രയും ആക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. പാർട്ടികളിലോ വിരുന്നുകാർ വരുന്ന ടൈമിനൊക്കെ ഇത് സർവ് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്. വീഡിയോ കാണാം. ബൈ.